അമ്പലത്തിൽ കലശാഭിഷേകം നടക്കണം കേട്ടോ. കാലത്ത് 5:30 തന്നെ കലശപൂജ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. തലേ ദിവസം തന്നെ അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കലശപൂജയ്ക്കും ദണ്ഡനടയ്ക്കും ഞാനും ചീട്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബ്രഹ്മകലശവും 16 ഗണ്ഡ ബ്രഹ്മകലശങ്ങളും 92 പരികലശങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. വിവിധ തരം ദ്രവ്യങ്ങളാണ് കേട്ടോ ഓരോ കലശത്തിലുമുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ചട്നി ആയിരുന്നു കേട്ടോ. അതെല്ലാവരും കഴിച്ചതിന് ശേഷം പിന്നെ പൂജയ്ക്ക് ആവശ്യമായ പൂ വൃത്തിയാക്കാനുണ്ടായിരുന്നു കേട്ടോ. ചെത്തിയും തുളസിയൊക്കെ അത് വൃത്തിയാക്കാനായിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്നു കേട്ടോ. കുറച്ച് പേര് വിഷ്ണു സഹസ്രനാമം ചൊല്ലാനായിട്ടും ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ഇവിടെ വീരഭദ്രസ്വാമിക്ക് വഴിപാടായിട്ടുള്ള തണ്ടനട ചുടുന്ന തിരക്കിലാണ് കേട്ടോ. അട പരത്താൻ ഷീനേച്ചി, സുനിലേച്ചി, ബിജേച്ചി, ചന്ദ്രയേച്ചി അവരായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഞാൻ വീഡിയോ എടുക്കാൻ പെട്ടെന്ന് മറന്നുപോയിട്ടോ. അട നമ്മൾ സാധാരണ ഉണ്ടാക്കണ പോലെ തന്നെ തിളപ്പിച്ച് അരിച്ചു വെച്ച ശർക്കര പാനിയിലേക്ക് തേങ്ങ, മുന്തിരി, അണ്ടിപ്പരിപ്പ്, ഏലക്കായ, ജീരകം എന്നിവ ഇട്ട് നന്നായി യോജിപ്പിച്ച് വെച്ചതിന് ശേഷം പാളയിലാണ് കേട്ടോ അട പരത്തിയെടുക്കണത്. അട പരത്തിയതിന് ശേഷം നന്നായി മടക്കി മാവ് പുറത്തേക്ക് വരാത്ത വിധം നാരുകൊണ്ട് കെട്ടിയെടുക്കണം കേട്ടോ. അട ചൂടാനായിട്ട് സുജിത്തേട്ടൻ, അജിതൻ, രജിതൻ പിന്നെ സോമേട്ടൻ എങ്ങനെയൊക്കെ ചൂടുണ്ടെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ടും നിൽക്കുന്നുണ്ട് കേട്ടോ. അട കുറേ വഴിപാടായി വന്നുള്ള കാരണമാണ് കേട്ടോ ഗ്രില്ല് വെച്ചുണ്ടാക്കണേ വേഗം കഴിയാൻ വേണ്ടിയിട്ട്. അട ചൂടിന് കണ്ടപ്പോൾ ഞാനും ബിജേച്ചിയും കൂടിയിട്ട് അട ചൂടിനോടത്തേക്ക് പോയിട്ടാ. എന്നിട്ട് പിന്നെ ഞങ്ങൾ 2-3 എണ്ണമൊക്കെ ഒന്ന് ചുട്ടു കൊടുത്തുട്ടാ. കലശാഭിഷേകം നടത്തുന്നത് ദേവി ചൈതന്യം വർദ്ധിക്കാനും തറവാട്ടിലെ കുടുംബാംഗങ്ങൾക്ക് ആയുരാരോഗ്യ സൗഖ്യവും സമൃദ്ധിയും ഐശ്വര്യവും സമാധാനവും ഉണ്ടാവും എന്നാണ് കേട്ടോ വിശ്വാസം. ഈ സമയത്ത് ഇവിടെ പൂജകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ അമ്പലത്തിലെ ശാന്തിയായ ധനേശ് ശാന്തിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് പൂജകൾ നടക്കുന്നത്. ശാന്തിക്ക് സഹായികളായിട്ട് 4-5 പേര് കൂടെ ഉണ്ട് കേട്ടോ. അട പരത്തണ സമയത്ത് ഇവിടെ കുറച്ച് പേര് അട ചുടാനുള്ള കനലുണ്ടാക്കണം കേട്ടോ. ചകിരിയും വിറകൊക്കെ വെച്ചിട്ട്. കലശപൂജ അവസാനിച്ചതിന് ശേഷം പിന്നെ അഭിഷേകത്തിനുള്ള സമയമായിട്ടാണ്. അപ്പോൾ എല്ലാവരും കുടങ്ങളൊക്കെ എടുത്ത് അമ്പലം പ്രദക്ഷിണം ചെയ്യണേ. 2 മണിയോടുകൂടി പൂജ അവസാനിച്ചു കേട്ടോ. ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ എല്ലാവരും പിരിഞ്ഞു പോയത്. നല്ല കഫക്കെട്ടും പനിയായതുകൊണ്ടാണ് സൗണ്ടിൽ ചെറിയ മാറ്റം. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം.